പ്രവാസ ലോകത്തെ വാർത്തകൾ. US ചൈന വ്യാപാര കരാർ നിലവിൽ വന്നു. ഇന്ത്യയുമായുള്ള കരാർ ഉടനെന്ന് ഡൊണാൾഡ് ട്രംപ്. US ചൈന വ്യാപാര കരാർ നിലവിൽ വന്നതായി ഇരു രാജ്യങ്ങളും സ്ഥിരീകരിച്ചു. ചൈനയുടെ വാണിജ്യ മന്ത്രാലയം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം അപൂർവ ധാതുക്കളുടെ കയറ്റുമതി അനുവദിക്കുന്നതിനും സാങ്കേതിക നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതിനും ശ്രമിക്കുന്ന വ്യാപാര കരാറാണെന്ന് US-ഉം ചൈനയും പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്ത്യയുമായുള്ള കരാർ ഉടൻ ഉണ്ടാവുമെന്നും ട്രംപ് സൂചന നൽകി. കയറ്റുമതി നിയന്ത്രണ നിയമങ്ങൾക്ക് വിധേയമായ ഇനങ്ങൾക്കുള്ള കയറ്റുമതി അപേക്ഷകൾ ചൈന അവലോകനം ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്യും. ബീജിംഗിനെതിരെ ഏർപ്പെടുത്തിയിരുന്ന നിലവിലുള്ള നിരവധി നിയന്ത്രണ നടപടികൾ US റദ്ദാക്കുമെന്ന് മന്ത്രാലയത്തിന്റെ വക്താവ് പ്രസ്താവനയിൽ പറഞ്ഞു. അമേരിക്കയും ചൈനയും ജനീവ കരാർ നടപ്പിലാക്കുന്നതിനുള്ള ഒരു ചട്ടക്കൂടിനെക്കുറിച്ചുള്ള ഒരു അധിക ധാരണയ്ക്ക് സമ്മതിച്ചതായി മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. മെയ് പകുതിയോടെ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നടന്ന പ്രാരംഭ വ്യാപാര യോഗത്തിനു ശേഷം വാഷിംഗ്ടണും ബീജിംഗും താരിഫുകൾ 90 ദിവസത്തേക്ക് നിർത്തിവെക്കുന്നതിനും ചില നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്നതിനുമുള്ള പ്രാഥമിക കരാറിൽ ഒപ്പുവെച്ചു. അപൂർവ ധാതുക്കളുടെ കയറ്റുമതിയിലെ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതിൽ ചൈന മന്ദഗതിയിലായതും ചൈനീസ് വിദ്യാർത്ഥി വിസകൾക്കുള്ള നിയന്ത്രണങ്ങൾ US കർശനമാക്കിയതും ജനീവ കരാർ പരാജയപ്പെടാൻ കാരണമായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗൾഫിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കിൽ വൻ വർധന. സ്കൂൾ അവധിക്കാലത്ത് നാട്ടിലേക്ക് പോകുന്ന പ്രവാസികൾ പ്രതിസന്ധിയിൽ. ഇറാൻ-ഇസ്രായേൽ യുദ്ധമാണ് വിമാന ടിക്കറ്റ് നിരക്ക് ഇത്രയധികം വർദ്ധിക്കാൻ കാരണം. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ടിക്കറ്റ് നിരക്കിൽ 4 മുതൽ 13 ഇരട്ടി വരെ വർധനയുണ്ട്. നേരിട്ടുള്ള വിമാനങ്ങളിൽ സീറ്റില്ലാത്തതിനാൽ കണക്ഷൻ ഫ്ലൈറ്റുകളെ ആശ്രയിക്കേണ്ടി വരും. 4 മണിക്കൂർ യാത്ര ചെയ്താൽ UAE-യിൽ നിന്ന് കേരളത്തിലെത്താം. എന്നാൽ കണക്ഷൻ വിമാനത്തിൽ 16 മണിക്കൂർ വരെ യാത്ര ചെയ്യേണ്ടി വരുമെന്നതും മറ്റൊരു ദുരിതമാണ്. ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് വൺ വേ ടിക്കറ്റിന് എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ, സ്പൈസസ് ജെറ്റ്, ഫ്ലൈ ദുബായ്, ഒമാൻ എയർ തുടങ്ങിയ എയർലൈനുകളിൽ 70,000 മുതൽ 93,500 രൂപ വരെയാണ് നിരക്ക്. സ്കൂൾ അടയ്ക്കുന്നത് പ്രമാണിച്ച് 6 മാസം മുമ്പ് ടിക്കറ്റ് എടുത്തവർക്ക് മാത്രമാണ് താരതമ്യേന കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാനാവുക. യാത്ര മുൻകൂട്ടി തീരുമാനിക്കാത്തവരാണ് ഭൂരിഭാഗവും. അതിനാൽ 1-2 വർഷത്തെ സമ്പാദ്യമാണ് ടിക്കറ്റ് എടുക്കാൻ ചെലവാക്കേണ്ടി വരിക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇറാൻ വ്യോമപാത തുറന്നു. ജൂലൈ 1 മുതൽ ഇറാൻ വ്യോമപാത വഴിയുള്ള സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് എയർ അറേബ്യ അറിയിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ജൂൺ 24-നാണ് ഇറാനും ഇസ്രയേലും വ്യോമപാത തുറന്നത്. വ്യോമപാത തുറന്നെങ്കിലും ഇറാനിയൻ പാതയിലൂടെ ഏതാനും രാജ്യാന്തര വിമാനങ്ങൾക്ക് മാത്രമാണ് പറക്കാൻ അനുമതി നൽകിയത്. ഇറാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ മുൻകൂർ അനുമതിയുണ്ടെങ്കിലേ ഇതുവഴി വ്യോമഗതാഗതം നടത്താനാവൂ. ജൂലൈ 1 മുതൽ ഷാർജയിൽ നിന്ന് ഇറാനിലെ മഷാദ്, ഷിറ, നജഫ്, ലാർ എന്നിവിടങ്ങളിലേക്കും ഇറാഖിലെ ബാഗ്ദാദ്, ബസ്ര, ഇൻബിൽ എന്നിവിടങ്ങളിലേക്കും സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് എയർ അറേബ്യ അറിയിച്ചു. വിമാന സർവീസ് പുനരാരംഭിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് UAE-യിലെ സ്വദേശികളും പ്രവാസികളും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അമേരിക്ക വർഷം തോറും അനുവദിക്കുന്ന H-1B വിസകളിൽ അധികവും ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക്. ഇന്ത്യൻ എഞ്ചിനീയർമാർ US ടെക് മേഖലയിൽ ആധിപത്യം പുലർത്തുന്നതായി റിപ്പോർട്ട്. പതിറ്റാണ്ടുകളായി US H-1B വിസ പ്രോഗ്രാമിൽ ഇന്ത്യൻ എഞ്ചിനീയർമാർ മുൻപന്തിയിലാണ്. എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിൽ ഇന്ത്യ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ നൈപുണ്യമുള്ള തൊഴിലുകൾക്കായുള്ള US-ന്റെ ആവശ്യകത നികത്തപ്പെടുന്നു. H-1B വിസകളുടെ 70% ഇപ്പോൾ ഇന്ത്യൻ പൗരന്മാർക്കാണ് ലഭിക്കുന്നത്. പ്രത്യേക തസ്തികയിലുള്ള ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികൾക്കായുള്ള ഈ വിസ US ടെക് വ്യവസായത്തിൽ പ്രവേശിക്കുന്നതിനും രൂപപ്പെടുത്തുന്നതിനുമുള്ള ഇന്ത്യൻ എഞ്ചിനീയർമാർക്ക് ഒരു പ്രധാന മാർഗമായി മാറിയിരിക്കുന്നു. അമേരിക്ക സാങ്കേതിക മേഖലയിൽ ദ്രുതഗതിയിൽ മുന്നേറി. പേഴ്സണൽ കമ്പ്യൂട്ടറുകൾ, ഇന്റർനെറ്റ് സ്റ്റാർട്ടപ്പുകൾ, എന്റർപ്രൈസ് സോഫ്റ്റ്വെയർ എന്നിവയുടെ ഉയർച്ച മൈക്രോസോഫ്റ്റ്, ഒറാക്കിൾ, പിന്നീട് ഗൂഗിൾ, ആമസോൺ തുടങ്ങിയ കമ്പനികളുടെ ഉദയത്തിലേക്ക് നയിച്ചു. ഈ സ്ഥാപനങ്ങൾക്ക് പ്രത്യേക സാങ്കേതിക പ്രതിഭകളെ ആവശ്യമായിരുന്നു. പക്ഷേ ആഭ്യന്തര വിതരണം പര്യാപ്തമായിരുന്നില്ല. ഇത് നികത്താൻ ഇന്ത്യൻ ടെക്കികൾക്കായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പലചരക്ക് കടകളിൽ പുകയില, ഈന്തപ്പഴം, മാംസം, പഴങ്ങൾ, പച്ചക്കറി എന്നിവയുടെ വിൽപ്പന നിരോധിച്ച് സൗദി അറേബ്യ. നിയന്ത്രണം ഉടൻ പ്രാബല്യത്തിൽ വരും. പ്രവാസികൾ ഉൾപ്പെടെയുള്ള ചെറുകിട കച്ചവടക്കാർക്ക് ഇത് വലിയ തിരിച്ചടിയാകും. സൗദി മുനിസിപ്പൽ ഗ്രാമകാര്യ ഭവന മന്ത്രാലയമാണ് പ്രഖ്യാപനം നടത്തിയത്. ചെറിയ പലചരക്ക് കടകൾക്കാണ് ഈ നിയമം ബാധകമാവുക. നിലവിലുള്ള സ്ഥാപനങ്ങൾക്ക് പുതിയ നിയമം പാലിക്കുന്നതിന് 6 മാസത്തെ സാവകാശം നൽകിയിട്ടുണ്ട്. പ്രത്യേക ലൈസൻസ് നേടിയ സൂപ്പർമാർക്കറ്റുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കാം. പുതിയ നിയമം ബാധിക്കുന്നത് രാജ്യത്തെ ആയിരക്കണക്കിന് ചെറുകിട കച്ചവടക്കാരെയാണ്. നിരവധി മലയാളികൾ ഇവിടെ ചെറുകിട വ്യാപാരം നടത്തുന്നുണ്ട്. ഇവർക്കെല്ലാം ഇത് തിരിച്ചടിയായി മാറും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.